യോവാക്കിമിൻ്റെയും അന്നയുടെയും മരണം 1944 ഓഗസ്റ്റ് 31. ഈശോ പറയുന്നു, മഞ്ഞുകാലത്ത് തണുത്ത ഒരു കാറ്റ് കാർമേഘങ്ങൾ പരത്തി സന്ധ്യാപ്രകാശത്തെ പെട്ടെന്ന് മറയ്ക്കുന്നതുപോലെ എൻ്റെ വല്യപ്പനും വല്യമ്മയും തങ്ങളുടെ ജീവിതത്തിലെ സൂര്യൻ ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് മുൻപിൽ പ്രകാശിക്കാനായി വയ്ക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് അസ്തമിച്ചു. എന്നാൽ ഇപ്രകാരം പറയപ്പെടുന്നു: ജ്ഞാനം അവളുടെ പുത്രന്മാരെ വളർത്തുന്നു, അവളെ അന്വേഷിക്കുന്നവരെ പരിപാലിക്കുന്നു, അവളെ കാത്തിരിക്കുന്നവർ സമാധാനം ആസ്വദിക്കുന്നു, അവൾക്ക് സേവനം ചെയ്യുന്നവർ പരിശുദ്ധനായവനെ തന്നെ ശുശ്രൂഷിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ വിശ്വസിച്ച് സ്വയം ഏൽപ്പിച്ചു കൊടുത്താൽ അവളെ അവകാശമായി ലഭിക്കും. അവൻ്റെ സന്തതികളും അവളെ അവകാശമാക്കും. കാരണം അവൻ്റെ പരീക്ഷണങ്ങളിൽ അവൾ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആദ്യമേ തന്നെ അവൾ അവനെ തിരഞ്ഞെടുക്കുന്നു. അനന്തരം ഭയവും തളർച്ചയും അവനിൽ ഉളവാക്കുന്നു. അവളുടെ ശിക്ഷണത്താൽ അവനെ ഉഴുതുമറിക്കുന്നു. അവനെ മതിയാവോളം പരീക്ഷിച്ച് അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന് അറിയുന്നതുവരെ തുടരുന്നു. അവസാനം അവൾ അവനെ നല്ല ഉറപ്പുള്ളവനാക്കും. വീണ്ടും നേരത്തെയുള്ള വീതിയിലേക്ക് അവനെ കൊണ്ടുവരും. അവനെ അങ്ങനെ സന്തോഷിപ്പിക്കും. തൻ്റെ രഹസ്യങ്ങൾ അവൾ അവന് വെളിപ്പെടുത്തും. അവനിൽ ജ്ഞാനത്തിൻ്റെ നിധികൾ നിക്ഷേപിക്കും, നീതിയെക്കുറിച്ചുള്ള അറിവും. അതെ, ഇതെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ എല്ലാ മനുഷ്യർക്കും യോജിക്കുന്നതാണ്. എല്ലാവർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങൾക്കും വേണ്ട പ്രകാശവും ലഭിക്കും. തന്മൂലം ജ്ഞാനത്തെ സ്നേഹിക്കുന്നവരായി കാണപ്പെടുന്നവർക്ക് ഭാഗ്യം. എനിക്ക് മാനുഷികമായി ലഭിച്ച ബന്ധുക്കളിൽ എൻ്റെ ജീവിതത്തോട് കൂടുതൽ ബന്ധപ്പെട്ടവർ ജ്ഞാനമുള്ളവരായിരുന്നു. അന്ന, യോവാക്കീം, ജോസഫ്, സക്രിയാസ്, അവരെക്കാളും കൂടുതലായി എലിസബത്തും യോഹന്നാനും, പിന്നീട് സ്നാപകനായവൻ. ഇവരെല്ലാം ശരിക്കും ജ്ഞാനികളായിരുന്നില്ലേ? ജ്ഞാനത്തിൻ്റെ വാസസ്ഥലം തന്നെയായിരുന്ന എൻ്റെ അമ്മയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. തങ്ങളുടെ ചെറുപ്പം മുതൽ മരണം വരെയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധം ജീവിക്കേണ്ടതെങ്ങനെയെന്ന് ജ്ഞാനം എൻ്റെ വല്യമ്മയ്ക്കും വല്യപ്പനും മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഒരു കൂടാരം പ്രകൃതി ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് പോലെ ജ്ഞാനം അവരെ പാപത്തിൻ്റെ അപകടത്തിൽ നിന്നും രക്ഷിച്ചു. ജ്ഞാനമാവുന്ന വൃക്ഷത്തിൻ്റെ വേര് ദൈവഭയമാകുന്നു. ഈ വൃക്ഷം അതിൻ്റെ ശാഖകളെ 4 വശത്തേക്കും വളർത്തി ശാന്തവും സമാധാനപൂർണവുമായ സ്നേഹത്തിൽ എത്തിക്കുന്നു. അതിൻ്റെ ഭദ്രത നിമിത്തം സമാധാനപൂർണമായ സ്നേഹം, വിശ്വസ്തത നിമിത്തം ഭദ്രത, തീക്ഷ്ണത നിമിത്തം വിശ്വസ്തത. ഇങ്ങനെയുള്ള സ്നേഹമാണ് സമ്പൂർണ്ണ സ്നേഹം. ഔദാര്യമുള്ള സ്നേഹം, വിശുദ്ധന്മാരുടെ ഫലസംദായകവും പ്രായോഗികവുമായ സ്നേഹം ഈ സ്നേഹത്തിൽ എത്തിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവർ ജീവനെ സ്നേഹിക്കുന്നു, ജീവനെ അവകാശമാക്കുകയും ചെയ്യുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നു. ഇതെൻ്റെ വചനങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ വെറും ജീവനല്ല, നിത്യജീവനാണ്. ഒരു നാഴിക നേരത്തെ സന്തോഷമല്ല, നിത്യമായ സന്തോഷമാണ്. യോവാക്കീമും അന്നയും ഇപ്രകാരം ജ്ഞാനത്തെ സ്നേഹിച്ചവരാണ്. അവരുടെ പരീക്ഷണങ്ങളിൽ ജ്ഞാനം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്തുമാത്രം പരീക്ഷണങ്ങളെയാണ് അവർ നേരിട്ടത്! അതേസമയം നിങ്ങൾ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ടോ കരയുന്നു. കാരണം നിങ്ങൾ അത്ര ദുഷ്ടരല്ല എന്ന് വിചാരിക്കുന്നു. നീതിമാന്മാരായ ഈ 2 പേർ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് സഹിച്ചത്! മേരിയെ മകളായി ലഭിച്ചത് അവർ അത് അർഹിച്ചതുകൊണ്ടാണ്. രാഷ്ട്രീയമായ പീഡനങ്ങൾ നിമിത്തം അവർക്ക് ദാവീദിൻ്റെ നാട്ടിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു പോയ അവർ കഠിനമായ ദാരിദ്ര്യത്തിലായി. ഞാൻ നിങ്ങളുടെ തുടർച്ചയായിരിക്കുമെന്ന് അവരോട് പറയാൻ ഒരു പുഷ്പം പോലും വിരിയാത്ത അവരുടെ വർഷങ്ങൾ ദുഃഖത്തിൽ കടന്നുപോയി. പിന്നീട് വാർദ്ധക്യത്തിൽ ഒരു മകളെ ലഭിച്ചതിലുണ്ടായ ഉത്കണ്ഠ അവളെ ഒരു സ്ത്രീയായി വളർന്നു കാണുകയില്ലെന്ന് അവർക്ക് തീർച്ചയുണ്ടായിരുന്നു. പിന്നീട് അവളെ തങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് ദൈവത്തിൻ്റെ അൾത്താരയിൽ അർപ്പിക്കുന്നതിനുണ്ടായ സഹനം, വീട്ടിൽ അനുഭവപ്പെട്ട വേദനാജനകമായ മൂകത, അവരുടെ കുഞ്ഞുപ്രാവിൻ്റെ ചിലയ്ക്കുന്ന ശബ്ദം ഇനി കേൾക്കാനില്ല, അവളുടെ കുഞ്ഞുപാദങ്ങൾ നടക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല, അവളുടെ പുഞ്ചിരിയും സ്നേഹചുംബനങ്ങളും ഇനി ഓർമ്മകൾ മാത്രം, വേദനിക്കുന്ന ഓർമ്മ മാത്രം അവരുടെ തുണ. വീണ്ടും രോഗങ്ങൾ, കാലാവസ്ഥയുടെ പ്രതികൂലം കൊണ്ടുള്ള അനർത്ഥങ്ങൾ, ഭൂമിയിലെ ശക്തന്മാരുടെ മർദ്ദനങ്ങൾ, ഇതെല്ലാം കൊണ്ടുണ്ടായ സാമ്പത്തിക തകർച്ച, ഇതിനെല്ലാം പുറമെ വിദൂരത്തിലായിരിക്കുന്ന മകളെക്കുറിച്ചുള്ള ഓർമ്മ. അവൾ ഏകയായി നിർധനനായി തീരുമല്ലോ എന്ന ചിന്ത. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ബാക്കി വരുന്നത് വെറും തുച്ഛമായ വളരെ ചെറിയ ഒരു പറമ്പ് മാത്രം.
അവൾ വരുമ്പോൾ ഇതെല്ലാം എന്തു സ്ഥിതിയിലായിരിക്കും? കൃഷി ചെയ്യാതെ അനേക വർഷങ്ങൾ കിടന്നിട്ട് അവൾ എന്തു ചെയ്യാനാണ്? ഭയാശങ്കകൾ, പരീക്ഷണങ്ങൾ, വേദനകൾ, എന്നാലും എപ്പോഴും ദൈവത്തോട് വിശ്വസ്തത മാത്രം. അവരുടെ ഏറ്റവും വലിയ പരീക്ഷണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ജീവിതത്തിൽ മകളുടെ സാന്നിധ്യമില്ലാതിരിക്കുക എന്നതാണ്. എന്നാൽ മക്കൾ ഒന്നാമതായി ദൈവത്തിൻ്റെതാണ്, അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കളുടേത്. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞാൽ എല്ലാ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കൾക്ക് പറയുവാൻ കഴിയും. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദേവാലയത്തിൽ വന്ന മേരിയുടെയും ജോസഫിൻ്റെയും മാതൃക, നസ്രസിലെ ഭവനത്തിൽ അന്നയുടെയും യോവാക്കിൻ്റെയും മാതൃക, അവരുടെ മനോഭാവം, ഇവ എല്ലാം മാതാപിതാക്കളും പഠിക്കേണ്ടതാണ്. നസ്രസിലെ അവരുടെ ഭവനം കൂടുതൽ ദുഃഖപൂർണമായി, ഏകാന്തമായി. എന്നാൽ ഒരു കാര്യം മാത്രം യാതൊരു കുറവും കൂടാതെ നിലനിന്നു കൂടിക്കൊണ്ടിരുന്നു: രണ്ട് ഹൃദയങ്ങളുടെ വിശുദ്ധി, ഒരു വിവാഹത്തിൻ്റെ പരിശുദ്ധി. രോഗിയായ യോവാക്കീം, ദുഃഖിതയായ ഭാര്യ, തങ്ങൾ മരണത്തോടടുക്കുന്നു എന്നറിയുന്ന വൃദ്ധ ദമ്പതികൾ. രാത്രിയുടെ മൂകമായ നീണ്ട മണിക്കൂറുകൾ. അവർക്ക് എന്തു പ്രകാശമാണ് ജീവിതത്തിൽ! കുഞ്ഞു മേരിയുടെ ഉടുപ്പുകൾ, അവൾ ആദ്യം ധരിച്ച കുഞ്ഞു ചെരുപ്പുകൾ, മകളുടെ ലളിതമായ കളിപ്പാട്ടങ്ങൾ. ഇപ്പോൾ അവൾ ദൂരെ, വളരെ ദൂരെ. അവരുടെ ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ. എന്നാൽ വലുതായ സമാധാനം. കാരണം അവർ പറയുന്നു, ഞങ്ങൾ സഹിക്കുകയാണ്, എങ്കിലും ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞ കടമ ഞങ്ങൾ നിറവേറ്റുന്നു. സ്വഭാവഹിതമായ ഒരു സന്തോഷം അവരെ ശാന്തിയിലാഴ്ത്തി. സ്വർഗീയമായ ഒരു പ്രകാശം അവർക്ക് അനുഭവപ്പെട്ടു. ലോകത്തിൻ്റെ മക്കൾക്ക് മനസ്സിലാകാത്ത ഒരു സന്തോഷം. മരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ മീതെ ഭാരമേറിയ കൺപോളകൾ അടയുമ്പോൾ മാഞ്ഞു പോകാത്ത സന്തോഷം. എന്നല്ലോ അവസാന സമയത്ത് അത് കൂടുതൽ പ്രകാശത്തോടെ ശോഭിക്കുന്നു. ജീവിതകാലത്ത് തങ്ങളിൽ നിന്നും മറക്കപ്പെട്ടിരുന്ന ആ സത്യത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു. കൊക്കൂണിനുള്ളിലെ ചിത്രശലഭത്തെ പോലെ തങ്ങളിൽ ഉണ്ടായിരുന്ന സത്യം അതുവരെ നേരിയ സൂചനകൾ, ചെറിയ പ്രകാശങ്ങൾ മാത്രം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ചിറകു വിരിച്ച് സൂര്യപ്രകാശത്തിലേക്ക് വന്ന് അതിൻ്റെ അലങ്കാരങ്ങൾ കാണിക്കുന്നു. ആനന്ദപ്രദമായ ഒരു ഭാവി തങ്ങൾക്കും തങ്ങളുടെ പിൻഗാമികൾക്കും ഉറപ്പുവരുത്തിക്കൊണ്ട് ദൈവത്തെ വിറയ്ക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് അവരുടെ ജീവിതം കടന്നുപോയി. ഇതുപോലെയുള്ള ഒരു മരണമായിരുന്നു എൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ലഭിച്ചത്. അവരുടെ വിശുദ്ധമായ ജീവിതം അർഹിച്ചിരുന്നതുപോലെ അവരുടെ വിശുദ്ധി നിമിത്തം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കന്യകയുടെ ആദ്യത്തെ രക്ഷാകർത്താക്കളാകുവാൻ അവർ അർഹരായി. തങ്ങളുടെ ജീവിതാന്ത്യത്തിൽ ഒരു വലിയ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമേ തങ്ങൾക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹം അവർ മനസ്സിലാക്കിയുള്ളൂ. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നയ്ക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യമായിരുന്നു. മരണത്തിൻ്റെ വേദനയും ആ ദമ്പതികൾ അനുഭവിച്ചില്ല. ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു ക്ഷീണം മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. പ്രഭാത സൂര്യൻ്റെ ആഗമനത്തിൽ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നതുപോലെ ജോസഫിൻ്റെ മരണസമയത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ അവരുടെ സന്നിധിയിൽ മനുഷ്യരൂപത്തിൽ ഞാനുണ്ടായിരുന്നില്ലെങ്കിലും അദൃശ്യനായി ഞാൻ സന്നിഹിതനായിരുന്നു. അവരുടെ തലകൾ കുനിഞ്ഞു നിന്ന് സ്വർഗീയ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ തങ്ങളുടെ വിജയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി അവരെ ഞാൻ ഉറക്കി. ചിലരെല്ലാം ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് സന്താന ഉൽപാദനത്തിലും മരണത്തിലും അവർക്ക് വേദനയില്ലാതിരുന്നത്? അവരും ആദത്തിൻ്റെ മക്കളാണല്ലോ. എൻ്റെ ഉത്തരം ഇതാണ്: ആദത്തിൻ്റെ പുത്രനായി ഉത്ഭവഭാവത്തോടുകൂടി ജനിച്ച യോഹന്നാൻ മാംദാന തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് എൻ്റെ സാമീപ്യത്തിൽ മാത്രം മുൻകൂട്ടി വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ നിർമ്മലയും പരിശുദ്ധയും ആയവളുടെ അമ്മയ്ക്ക് ഒരു വരവും കൊടുത്തുകൂടെ? തൻ്റെ മകൾ ദൈവത്താൽ പ്രത്യേകവിധം സംരക്ഷിക്കപ്പെട്ടവളാണ്. അവൾ തൻ്റെ അരൂപിയിൽ ദൈവത്തെ എപ്പോഴും വഹിച്ചവളാണ്. അവൾ ഒരിക്കലും ദൈവത്തിൽ നിന്നും വേർപെട്ടിട്ടില്ല. ദൈവം അവളെ സൃഷ്ടിച്ച് ഒരു ഉദരത്തിൽ സ്ഥാപിച്ചതു മുതൽ സ്വർഗീയ ഭവനത്തിൽ നിത്യമായി ദൈവത്തെ സ്വന്തമാക്കുവാൻ അവിടെ സ്വീകരിക്കപ്പെട്ട നിമിഷം വരെ ഒരിക്കലും തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ മാറ്റിയിട്ടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഒരു നല്ല മനസാക്ഷി സമാധാനപൂർണമായ മരണം നൽകുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും അതുപോലൊരു മരണം നൽകുന്നു. യോവാക്കീമും അന്നയും നല്ല മനസാക്ഷിയിൽ തങ്ങളുടെ ജീവിതം മുഴുവൻ പിന്നിട്ടവരായിരുന്നു. ആ ജീവിതം മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം പോലെ സ്വർഗം വരെ വ്യാപിച്ച് അവരെ സ്വർഗത്തിലേക്ക് നയിച്ചു. അതേസമയം വിശുദ്ധിയായ അവരുടെ മകൾ ദേവാലയത്തിൽ ദിവ്യകൂടാരത്തിൻ്റെ മുൻപിൽ വിദൂരത്തിലായിരിക്കുന്ന അവളുടെ മാതാപിതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറ്റവും വലിയ നന്മയായ ദൈവത്തിനു വേണ്ടി മാതാപിതാക്കളെ അവർ മാറ്റിവെച്ചു. എന്നാൽ അവരെ അവൾ സ്വതസിദ്ധമായ വിധത്തിലും നിയമാനുസൃതവും സ്നേഹിച്ചു. ഒരു സ്വഭാവാതീതമായ സ്നേഹത്താൽ സ്നേഹിച്ചു.